ഹലോ ഫ്രണ്ട്സ്, കുട്ടികളുടെ ഫോട്ടോ വെച്ച് എങ്ങനെ വീട്ടിൽ തന്നെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം. സെർച്ചിൽ നമുക്ക് A3 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വൈറ്റ് പേജ് കാണാൻ സാധിക്കും. അതിന് താഴെയുള്ള എലമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെർച്ചിൽ നമുക്ക് ബോക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ബോക്സ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് കളർ ബോക്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. താഴെ കാണുന്ന ഈ കളർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് വൈറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബോർഡർ ഞാനൊന്ന് ബ്ലാക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഫുള്ള് വൈറ്റ് ആവുമ്പോൾ നമുക്കത് കാണാൻ കഴിയില്ല. ഇനി നമുക്കിത് എത്ര നെയിം സ്ലിപ്പാണോ നമുക്ക് ആവശ്യം വെച്ചാൽ ആ എണ്ണത്തിനനുസരിച്ച് കോപ്പി എടുക്കാം. ഞാനിപ്പോൾ അത് വീതിയിലാണ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഏകദേശം 30 എണ്ണം കൊള്ളുന്ന വിധത്തിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നെയിം സ്ലിപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് എലമെൻറ്റ്സ് പോയിട്ട് ഒരു സ്പ്ലാഷ് എഫക്റ്റ് എടുത്തിട്ട് ശേഷം ഇനി താഴെ കാണുന്ന അപ്ലോഡ്സ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ഫോട്ടോയാണ് വേണ്ടിച്ച അത് സെലക്ട് ചെയ്യാം. അപ്ലോഡ് ഫയൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോയി ഫോട്ടോ എടുക്കുമ്പോഴേ നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് എടുക്കുമ്പോൾ ക്ലിയർ ഉണ്ടാകും. ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ ഫോട്ടോ ഇതിന് മുന്നേ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ടാൽ മതി. ശേഷം ലെയേഴ്സ് എന്ന ഈ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഈ സ്പ്ലാഷ് എഫക്റ്റും ഫോട്ടോ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് നമ്മുടെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കണ ഈ ഭാഗത്തുനിന്ന് കൊണ്ടുവെക്കാം. എലമെൻറ്റ്സ് എന്നുള്ള ഈ ഓപ്ഷനിൽ പോയിട്ട് നമുക്കിനി നമുക്കിഷ്ടമുള്ളൊരു കാർട്ടൂൺ പിക്സ് സെലക്ട് ചെയ്തിട്ട് അവിടെ കൊടുന്ന് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബോയിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന സൂപ്പർമാൻ്റെ ഫോട്ടോയാണ് എടുത്തിരിക്കുന്നത്. ഈ സൂപ്പർമാൻ്റെ ക്ലാരിറ്റി ഒക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം, എന്നെങ്കിലേ നമുക്ക് നമ്മളെ നെയിം സബൊക്കെ എഴുതുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഇനി ടെക്സ്റ്റ് പോയിട്ട് നമുക്ക് നെയിം സബ് ക്ലാസ് എന്നുള്ള ഏതൊക്കെ ഓപ്ഷനാണോ നമുക്ക് വേണ്ടിച്ച് അതൊക്കെ ഒന്ന് അവിടെ എഴുതി ഡോട്ട് ഇട്ടെടുക്കാം. ഇതിന് നമുക്ക് ഈ നെയിം സ്ലിപ്പിൻ്റെ അകത്തേക്ക് കറക്റ്റ് സ്ഥാനത്തേക്ക് നമ്മൾ ചെരിവോ അളവോ ഒന്നും ഇല്ലാതെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് താഴെ കാണാം. അപ്പോൾ അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് സ്റ്റൈലാണോ വേണ്ടത് വെച്ചാൽ അത് നമുക്ക് അവിടെ മാറ്റാൻ പറ്റും. ഇനി ഇത് നമുക്ക് എത്ര നെയിം സ്ലിപ്പാണോ ആവശ്യം വെച്ചാൽ അത് അപ്പുറത്തേക്ക് നമ്മൾ കോപ്പി എടുത്ത് വെച്ചെടുക്കുക ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ കാർട്ടൂണൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ കോപ്പി എടുക്കുമ്പോൾ നമുക്കത് അതിൽ കയറിയിട്ട് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇനി ഇവിടെ 10 എണ്ണം ഒരു സൂപ്പർമാനെ എടുത്തിരുന്നത്. ഇനി ഞാനിപ്പോൾ ഒരു 5 എണ്ണം വേറൊരു കാർട്ടൂൺ പിക്ചറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതവിടെ ക്ലിയറൊക്കെ കുറച്ച് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മളുടെ നെയിം സ്ലിപ്പ് ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡൗൺലോഡ് PNG PDF പ്രിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കിത് PDF ആയിട്ട് ഇനി നമുക്കിത് PDF എടുക്കുന്ന സ്റ്റുഡിയോയിലേക്കോ മറ്റോ ഇത് അയച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പോയി പ്രിൻ്റ് എടുക്കാം.